ഹരിപ്പാട്ടെ ശിവൻകുട്ടി ചെട്ടിയാരുടെ കൊലപാതകത്തിനെ സംബന്ധിച്ചുള്ള ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞപ്പോൾ അതിൽ ഞാൻ സിനിമകളെ അതുമായിട്ട് കമ്പയർ ചെയ്തിരുന്നു. അതായത് സിനിമകൾ കുട്ടികളിലെ ഒരു മനോവൈകല്യങ്ങൾ ഉണ്ടാക്കുന്നതുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പറഞ്ഞതിന് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരാൾ വളരെ കാര്യമായിട്ട് ചോദിക്കൂ, സാർ എന്തുകൊണ്ട് ദൃശ്യം എന്ന് പറയുന്ന ദൃശ്യത്തിനെ കുറിച്ച് പറയുന്നില്ല? സിനിമ ദൃശ്യം എന്ന് പറയുന്നത് മോഹൻലാൽ അഭിനയിച്ച് ഫലിപ്പിച്ച വളരെ മനസ്സിലൊക്കെ നമ്മുടെ എല്ലാ മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് ദൃശ്യം. അതിൻ്റെ ദൃശ്യത്തിൻ്റെ 2ാം ഭാഗം ദൃശ്യം 2 ഇറങ്ങി, പിന്നെ അതിൻ്റെ 3ാം ഭാഗം ദൃശ്യം 3 ഇറങ്ങി. പക്ഷേ ദൃശ്യം ആദ്യത്തെ ദൃശ്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. കാരണം അതിൽ മോഹൻലാൽ, അതായത് ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം ഒരു സിനിമാ ഭ്രാന്തൻ എന്ന് പറയാം. കാരണം മുഴുവൻ സിനിമകളിരുന്ന് കാണും. ആ സിനിമകൾ കണ്ടിട്ട് അയാളിങ്ങനെ ഇരിക്കും. ആ സിനിമകൾ കണ്ട് അതിൽ നിന്നുള്ള അനുഭവ സമ്പത്തിൽ നിന്നാണ് അയാൾ ഒരു കൊലപാതകം ഒളിപ്പിക്കാൻ, അയാൾ ആരെയും കൊന്നിട്ടൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ നടന്നേക്കുന്ന കൊലപാതകം എന്ന് പറയുന്ന ആ സംഭവം ഈ മരിച്ചത് അവരങ്ങ് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നുമില്ല. കാരണം ഇതൊരു പ്രൈവറ്റ് ഡിഫൻസാണ്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ അവൻ വന്ന് വളരെ പുറകെ നടന്ന് ശല്യം ചെയ്ത് അതിൻ്റെ ഫോട്ടോ, അതിൻ്റെ നഗ്ന ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ട് അത് വെച്ചുകൊണ്ട് അതിനെ ഹരാസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ വീട്ടിൽ വരെ വന്ന് കയറിയവൻ. അവസാനം നിവൃത്തിയില്ല. അപ്പോൾ ഈ പെൺകുട്ടി അതിനെ ചെറുത്തു. അപ്പോൾ അമ്മ മീനയാണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത്. ആ പെൺകുട്ടി അൻസിബയാണ്. അപ്പോൾ മീന വന്ന് അതിനെ ചെറുത്തപ്പോൾ അവസാനം ആ മീനെ ആയാലും മതി എന്നുള്ള രീതിയിലാണ് അവൻ നീങ്ങുന്നത്. അവസാനം ആ മീനെ കയറി പിടിക്കുമ്പോൾ ഈ പെൺകുട്ടി പുറേന്ന് വന്ന് ഒരു റാഫ്റ്റർ, പട്ടികല് പോലുള്ള ഒരു സാധനം എടുത്ത് അവൻ്റെ തലയിൽ അടിച്ച് അവനവിടെ വീണ് കൊല്ലപ്പെടുന്നതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കൊലപാതകം ആവുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും കൊലപാതകം ആകത്തില്ല. പ്യുവർ പ്രൈവറ്റ് ഡിഫൻസാണത്. അതായത് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് ഒഫൻസ് അല്ല. നത്തിങ് ഈസ് ആൻ ഒഫൻസ് എന്ന് തുടങ്ങുന്നതാണ്. ഒഫൻസ് അല്ല, പ്രൈവറ്റ് ഡിഫൻസാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അവരങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ യമ ഇവിടെ വന്ന് കയറി. അപ്പോൾ അവൻ അവിടെ വന്ന് കയറി അവൻ ഇതേപോലെ ഉപദ്രവിക്കാൻ വന്നു. ബലാത്സംഗത്തിന് ശ്രമിച്ചപ്പോൾ അവനെ ചെറുത്തു. അവൻ അടി കൊണ്ട് ചാവുന്നു. യഥാർത്ഥത്തിൽ അവൻ മരിക്കുന്ന ജീവൻ പോകുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ അത് കൊലപാതകം ആവത്തില്ല. അത് ഒരു കൾപ്പബിൾ ഹോമിസൈഡ്, നോട്ട് അമൗണ്ടിങ് ടു മർഡർ പോലും ആവത്തില്ല. അത് പ്രൈവറ്റ് ഡിഫൻസാണ്. അങ്ങനെ ഒരാളെ കൊല്ലാം പ്രൈവറ്റ് ഡിഫൻസിൽ. അപ്പോൾ അതുകൊണ്ട് അതാവുന്നില്ല. പിന്നെ അത് സിനിമാ കഥയല്ലേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ കഥയില്ലല്ലോ. പിന്നെ മോഹൻലാലിൽ നിന്ന് രംഗപ്രവേശനം ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇനി അതങ്ങ് പോട്ടെ, ഇതൊരു കൊലപാതകം ആണെന്നിരിക്കട്ടെ. ഒരിക്കലും കൊലപാതകം ആകത്തില്ല. കാരണം അവൻ വീട്ടിൽ വന്ന് കയറിയതാണ്. അപ്പോൾ അത് അഗ്രസർ അവനാണ്, അല്ലാതെ ഇവരാരുമല്ല. അപ്പോൾ ഇത് പ്രൈവറ്റ് ഡിഫൻസ് തന്നെയാണ്, അങ്ങനെ വരുള്ളൂ. ഇനി ഇതൊരു കൊലപാതകം നടത്തിയാന്നിരിക്കട്ടെ, അവനെ കൊണ്ടുപോയി കുഴിച്ചിടും. എന്തിനാണ്? ഡെഡ് ബോഡി മറവ് ചെയ്യുന്നത് സ്ക്രീനിങ് ദ ഒഫൻഡർ ഫ്രം ലീഗൽ പണിഷ്മെൻറ്റ്. അത് മാത്രമേ ജോർജ് കുട്ടി ചെയ്യുന്ന ഒഫൻസ് ഉള്ളൂ. അതായത് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് 2 പേരെ, ഈ അമ്മയും മോളെയും രക്ഷപ്പെടുത്താനായിട്ട് ഈ തെളിവ് നശിപ്പിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. നേരത്തെ ഉള്ള ഈ 201 201 എന്ന് പറയുന്ന ഒരു ചെറിയ കുറ്റമാണ്. അത് അത്രയേ വരുന്നുള്ളൂ. അപ്പോൾ ഇതല്ലാതെ വേറെ ഒന്നും ജോർജ് കുട്ടിയുടെ പേർക്കില്ല. പിന്നെ ഇനി ഈ സാഹചര്യം, അതായത് അയാൾ അതുകൊണ്ട് കുഴിച്ചിടുന്നു, ആ ഡെഡ് ബോഡി കുഴിച്ചിടുന്നു. അവസാനം അവിടുന്ന് മാന്തി എടുക്കാൻ വരുന്നു. അത് മാന്തി എടുക്കുമ്പോൾ കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? എന്നോ ചത്തുപോയ ഒരു കന്നുകുട്ടിയുടെയോ പശുക്കുട്ടിയുടെയോ എങ്ങാണ്ട് ഡെഡ് ബോഡിയാണ് കിട്ടുന്നത്. അതിൻ്റെ ശവശരീരമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവരുന്നു. അങ്ങനെ ഉള്ള അതാണ് അതിൻ്റെ ട്വിസ്റ്റ്. പക്ഷേ ഇത് കാരണം ഇയാൾ കുഴിച്ചിട്ടതിന് ശേഷം ഇയാൾ അവിടുന്ന് മാന്തി എടുത്ത് ആ ഒരു പോലീസ് സ്റ്റേഷൻ പണി നടക്കുന്നു, അവിടെ കൊണ്ട് കുഴിച്ചിടുന്നു. അതാണ് അതിൻ്റെ കഥ. അത് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ ഇത് ഈ പറയുന്ന സംഭവമായിട്ടൊന്നും യാതൊരു ബന്ധമുള്ളതല്ല. ഇങ്ങനൊരു സംഭവം വേറെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുമ്പേ നടന്ന ഒരു കേസിനകത്ത് ഇത് വന്നിട്ടുണ്ട്. അതായത് ഒരാളെ വിളിച്ച് വളരെ ക്രൂക്കഡായിട്ട് വിളിച്ചു വരുത്തി
ഒരു പുരുഷനും സ്ത്രീയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് അയാളൊരു സ്വല്പം വശപ്പശകുള്ള ആളാണ്, കാണാൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്. അവനെ വിളിച്ചു വരുത്തി അവനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവൻ്റെ ഡെഡ് ബോഡി ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഒരിടത്തൊരു ദൂരെ ഒരു വെട്ടുകല്ല് കല്ല് വെട്ടിക്കൊണ്ടിരുന്ന ഒരു കുഴിയുണ്ട്. അത് കല്ലുവെട്ടൊക്കെ കഴിഞ്ഞ് അവിടെ ചുമ്മാ കാട് കയറി കിടക്കുന്ന അവിടെ ആ കുഴിക്കകത്ത് കുഴിച്ചിട്ടതിന് ശേഷം അവിടെ അത് കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അവിടെ ഏതാണ്ട് ഈ JCB കൊണ്ടുവന്നിട്ട് പണി നടത്തി അവിടെ ഈ മണ്ണ് ഒരു കുന്ന് പോലുള്ള ഭാഗം ഇടിച്ചിട്ട് മുഴുവൻ ഈ കുഴിയിലിടുന്നു. ഇട്ട് കുറേ നാൾ കഴിയുന്നു. അത് അവിടെ ഇത് കുറേ വർഷം, അതായത് ഒരു 3-4 വർഷം എടുക്കുന്നപ്പോൾ പിന്നെ അവസാനം ഇവിടെ ഈ കുറ്റമൊന്നും ഇവർ സമ്മതിക്കുന്നില്ല. ഇവരെ കൂടെ പോയതിനൊക്കെ അവസാനം എവിഡൻസൊക്കെ കിട്ടി അയാൾ പോയതിന്. പക്ഷേ എത്രയൊക്കെ ചോദിച്ചിട്ടും അവർ കുറ്റം സമ്മതിച്ചില്ല. പിന്നെ അവസാനം ഫൈനലി ഒരു നിവൃത്തിയില്ലാതെ കുറ്റം സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അതേത് വഴി എങ്ങനെയാണ് ഏത് വിധത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല. കുറ്റം സമ്മതിക്കാനിടയായത് പറയാൻ പറ്റാത്ത കാര്യം അതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. പോലീസിനോട് കുറ്റം സമ്മതിച്ചു. ക്രൈംബ്രാഞ്ചാണ് അവസാനം അന്വേഷിച്ച് കുറ്റം സമ്മതിച്ച് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ആദ്യം ഇതുവരെ മാന്തിയപ്പോൾ കിട്ടിയത് എന്താണെന്നറിയോ? ഈ ചത്തുപോയ ഒരു മൃഗത്തിൻ്റെ ഇതേപോലുള്ള ഭാഗങ്ങളാണ്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ അവർ വീണ്ടും മാന്തിയെടുക്കുക എന്ന് പറയുന്ന വളരെ ആഴത്തിൽ മാന്തണം. ആ മാന്തിയെടുക്കുമ്പോൾ കിട്ടുന്ന അവസാനം ഈ ബോൺ മുഴുവനായിട്ട് ഇവൻ്റെ ശവശരീരത്തിൻ്റെ എല്ലാ എല്ലുകളും കറക്റ്റായിട്ട് അടുക്കി വെക്കത്തോളം കിട്ടി. അവൻ ഇട്ടിരുന്ന ബനിയനുണ്ടല്ലോ, അതായത് ടീഷർട്ട്, ആ ടീഷർട്ട് നൈലോൺ ഇതായതുകൊണ്ട്, ആ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിനൊരു കുഴപ്പവും പറ്റിയില്ല. അത് അവിടെ തന്നെ ഉണ്ട്. ആ ടീഷർട്ടും കിട്ടി അതിനകത്ത്, ആ ബോഡിയിൽ നിന്ന് തന്നെ. അപ്പോൾ അങ്ങനെ തെളിയിക്കാൻ പറ്റി. അത് ആ കേസ് ഞാൻ ശിക്ഷിക്കുകയൊക്കെ ചെയ്തതാണ്. ഇനി അതവിടെ പൊക്കോട്ടെ, അതിൻ്റെ കാര്യം. ഈ പറയുന്ന ഈ ജോർജ് കുട്ടി നടത്തിയ ഈ ഇടപാട്, അതായത് ഈ ഡെഡ് ബോഡി കുഴിച്ചിട്ടല്ലോ, അത് ഈ സംഭവമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ഇത് അങ്ങനെ അതൊരു ക്രൈം, ഞാൻ പറഞ്ഞില്ലേ, അതൊരു ക്രൈമെന്ന് പോലും നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം പ്രൈവറ്റ് ഡിഫൻസ് ആണ്. ആ പ്രൈവറ്റ് ഡിഫൻസ് ആയാൽ പോലും ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങേയറ്റം, ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 മാസം തടവ് ശിക്ഷ കൊടുക്കുന്ന ഒരു കേസാണ് ഈ ജോർജ് കുട്ടി ആ സിനിമയിൽ ചെയ്യുന്നത്. അതല്ലാതെ ഒരു ഒഫൻസ് ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകൻ മനസ്സിലാക്കണം, ഇത് ഈ ദൃശ്യമായിട്ട് യാതൊരു സാമ്യമുള്ള ഒരു കേസല്ല. ഇതിനകത്ത് സംഭവിച്ചേക്കുന്നത് പ്രീ പ്ലാൻഡ് മർഡർ, അതായത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകം. ദൂരെ വന്ന് ഇറങ്ങുന്നു, 1 കിലോമീറ്റർ അപ്പുറത്ത് ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങുന്നു. എന്നിട്ട് അവിടെ മുൻവശത്ത് ആ വീടിൻ്റെ ആ ഭാഗത്തോട്ട് പോകുന്നിടത്ത് CCTV ഉള്ളതുകൊണ്ട് അതിലേ പോകാതെ ഇപ്പുറത്തൂടെ വരാൻ പറഞ്ഞു, പുറയിൽ വന്ന് കയറത്തക്കൊണ്ണം വരാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെല്ലാം അറേഞ്ച് ചെയ്യുകയാണ്. അത് ഈ പെൺകുട്ടി ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ് അവന്മാരെ കൊണ്ട് എടുക്കുന്നു. അവസാനം അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഗുമസ്തൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, മലയാളം ഫിലിം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിനകത്ത് ഒരു പുതുമുഖ നടനാണ് അഭിനയിച്ചത്, നന്നായിട്ട് അഭിനയിച്ചു. അയാൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഒരുത്തനെ കൊല്ലാൻ കൊണ്ടുവരികയാണ്. പക്ഷേ അയാൾ നേരെ കൊണ്ടുവരാതെ, അവിടെ എല്ലാം CCTV കവറേജ് ഉള്ളതുകൊണ്ട് കൊണ്ടുവരാതെ വേറെ ഊടുവഴി കൂടെ എല്ലാം കൂടെ കൊണ്ടുവന്ന് അത് എളുപ്പവഴി വരുന്നതാണെന്നും പറഞ്ഞ് അവനെ വീട്ടിന് മുറ്റത്ത് കൊണ്ടുവരുന്നു. ഇതാണ് സംഭവം, വീട്ടിനകത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, അത് അങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ടാണ് സിനിമ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമുക്ക് പറയാകത്തില്ല. ഞാൻ പറഞ്ഞ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക. ഇപ്പോൾ ഈ മാർക്കോ പോലുള്ള സിനിമ, അതിനകത്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് കുട്ടികളുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. തലച്ചോറിനെ അത് തന്നെ വളരെ വല്ലാത്ത രീതിയിൽ ബാധിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതിനകത്ത് പ്രീ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വന്ന് ഇറങ്ങുന്നു. ഇതിന് ശേഷം അഥവാ പിടിക്കപ്പെട്ട എന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അതിന് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇപ്പം ബാഡ് ടച്ച് എന്നാണ്, അതായത് മോശമായ രീതിയിലുള്ള സ്പർശനം ഈ ചെട്ടിയാരുടെ ഭാഗത്തുനിന്ന്, ശിവൻകുട്ടി ചെട്ടിയാരുടെ ഭാഗത്തുനിന്ന് ഈ പെൺകുട്ടിക്ക് ഉണ്ടായെന്ന് ഇത് പറയുന്നു. അത് ഉണ്ടെങ്കിൽ അത് ശരിയാണ്, അത് അന്വേഷിക്കണം. അതിനെ സാധൂകരിക്കുന്നതാണോ കൊല? ഈ കൊലപാതകം അതല്ലല്ലോ. അപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് അത് നടന്നേക്കുന്നത് ഇത് മുതലിന് വേണ്ടിയാണ്, പിടിച്ചു പറിക്കാൻ വേണ്ടി ഇത് എടുക്കാനാണ്. ഈ പെൺകുട്ടിയൊക്കെ അത് മാനസിക നില തന്നെ തെറ്റിപ്പോയി. കാരണം പണ്ട് മുതലേ ഇത് ഒരു അരക്ഷിത ബോധത്തിൽ വളർന്നു പോയ ഒരു കുട്ടിയാണ്.
വളരെ മോശമായ സാഹചര്യത്തിലേക്ക് അതിന് കഴിയേണ്ടതായിട്ട് വന്നു. അങ്ങനെ പറ്റിയതാണ് ആവാൻ സാധ്യതയുണ്ട് അതിൻ്റെ മനസ്സിനെ. അത് തന്നെ അത് അങ്ങനെയാണ് ഇതിന് ഈ രീതിയിലുള്ള വളഞ്ഞ വഴിയുള്ള വൃത്തികെട്ട ബന്ധങ്ങളൊക്കെ വരുന്നത്. മാത്രമല്ല ഈ ശിവൻകുട്ടി ചെട്ടിയാർ ഈ കുട്ടിയെ വഴക്ക് പറയും. കാരണം ഇത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റാണ് തിരിച്ചു വരുന്നത്. അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി പോകുമ്പോൾ അവർ പറയാറുണ്ട്, ഒരു മുത്തച്ഛൻ എന്നുള്ള നിലയ്ക്ക് അയാൾ പറയും. പിന്നെ ഫോണിൽ എപ്പോഴും 24 മണിക്കൂറും ഫോണിലാണ് അധികമായിട്ട് ചിലവഴിക്കുക. അതിനൊക്കെ ഇയാൾ പറയും. അതൊക്കെ വളരെ വൈരാഗ്യമായിട്ട് അങ്ങ് മാറി. പിന്നെ ഈ പയ്യനുമായിട്ടുള്ള ബന്ധം ഇയാളത് മനസ്സിലാക്കിയിട്ട് അതിന് ശാസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഇത് പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ ഇത് കരുതലൊക്കെ ചെയ്തു. പിന്നുള്ളത് എന്താണെന്നറിയോ, അവസാനം വേറൊരു തീരുമാനം എടുത്ത്, ഒന്നുമില്ലെങ്കിൽ ഒരു പ്ലാൻ ബിയും കൂടെ. അതായത് ഇതിൻ്റെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് വേർപെട്ട് കഴിയുകയാണല്ലോ. അപ്പോൾ അവൻ്റെ മണ്ടേ വെക്കാമെന്ന്, ഇയാളെ തല്ലിക്കൊന്ന് അവനെ ആക്കാം എന്ന് വരെ ഇത് നോക്കി. അപ്പോൾ ഇത് ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തതാണ്. ഇതൊന്നും ജോർജ് കുട്ടി ചെയ്തില്ല. ജോർജ് കുട്ടി ഇവരുടെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ശവശരീരം കൊണ്ട് അയാൾ കുഴിച്ചിട്ടിടത്തുനിന്ന് വേറൊരിടത്ത് ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി വേറൊരിടത്ത് മാറ്റിയിട്ടു. ഇതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ സിനിമയും ഇതുമായിട്ടൊന്നുള്ളത് നമുക്ക് താരതമ്യം ചെയ്യാനൊക്കത്തില്ല. ഇതൊന്നുമല്ല, ഇതിന് തന്നെ ഒരു സിനിമ ഉണ്ടാവണം. ആ രീതിയിലുള്ള കഥയാണത്. ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെ നാശമായി പോകാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിന് സമൂഹത്തിനും ആ വീട്ടുകാർക്കും സമൂഹത്തിനുമൊക്കെ ഇത് ബാധ്യതയുണ്ട്. ഒന്നാമത് അതിൻ്റെ അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുന്നു. അതോടുകൂടി തന്നെ അതിനൊരു അരക്ഷിത ബോധം വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതാണ് പ്രശ്നം. ഇതെല്ലാം പിന്നെ ഇങ്ങനെ പലയിടത്തും കഴിയേണ്ടതായിട്ട് വരിക, പല വീടുകൾ സാഹചര്യങ്ങളിൽ തന്നെ താമസിക്കേണ്ടതായിട്ട് വരുന്നു ഈ ചെറിയ പ്രായത്തിൽ. അങ്ങനെയൊക്കെ അതിൻ്റെ മനസ്സ് തിരിഞ്ഞു പോയെന്നുള്ളതൊരു സത്യമാണ്. ഏതായാലും പക്ഷെ നമുക്കതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ ഒക്കത്തില്ല. ആ സമൂഹത്തിന് നമുക്കതിന് കുറ്റം പറയാനേ പറ്റുള്ളൂ. അല്ലാതെ ആ വീട്ടുകാരെയും അല്ലാതെ ആ കുട്ടിയെ മാത്രമായിട്ട് ഇതിനെ പഴിക്കാനും പറ്റത്തില്ല.